പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിനാൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ടവരെ, തിരുസഭ പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ചയായ നൈത്തോ ഞായറാഴ്ച ഖാനക്കാരിയായ സ്ത്രീയുടെ മകളുടെ ജീവിതത്തിൽ ദൈവപുത്രൻ അത്ഭുതകരമായി ഇടപെടുകയും അവൾക്ക് പൂർണ്ണമായി പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുകയും അപ്രകാരം അവളെ പ്രതി അവളുടെ അമ്മ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും മനോഹരമായ സന്ദേശം നൽകുന്ന ഞായറാഴ്ചയാണ് ഇന്ന്. ഇന്നത്തെ ഞായറാഴ്ചയ്ക്ക് മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇന്ന് ലോക വനിതാ ദിനമാണ്. ഇന്ന് എല്ലാ സ്ത്രീകളെയും ലോകം ആദരിക്കുന്ന ദിവസമാണ്. മാർച്ച് 8-ാം തീയതി അതേറെ പ്രാധാന്യത്തോടെ അന്താരാഷ്ട്ര തലത്തിൽ വനിതകളെ അനുമോദിക്കുകയും അവരുടെ പ്രയത്നങ്ങളെ പ്രകീർത്തിക്കുകയും രാജ്യത്തിൻ്റെ ഉന്നതിയിൽ, ഉയർച്ചയിൽ, പുരോഗമനത്തിൽ വനിതകൾക്ക് പ്രത്യേകമായ സ്ഥാനമുണ്ടെന്ന് അംഗീകരിക്കപ്പെടുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് യാത്ര ചെയ്യുക. നമുക്കറിയാം, അമ്മമാർ അല്ലെങ്കിൽ സ്ത്രീകൾ ഒരു രാജ്യത്തിൻ്റെ ഊടും ഭാവവും നെയ്യുന്നതിൽ ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്നവരാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ ഈറ്റില്ലം രൂപപ്പെടുന്നത് ഒരു അമ്മയിലൂടെയാണ്, അതല്ലെങ്കിൽ ഒരു സ്ത്രീത്വത്തിലൂടെയാണ് എന്നുള്ള ബോധ്യവും നമുക്കുണ്ടാകട്ടെ. നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിലും അതല്ലെങ്കിൽ ലോക രാജ്യങ്ങളിലുമെല്ലാം സ്ത്രീകളിലൂടെ ലോകത്തിൻ്റെ പ്രശംസ ഉയർത്തപ്പെട്ട അനേക വ്യക്തിത്വങ്ങളുണ്ട്. ഇന്ത്യയിൽ തന്നെയാണെങ്കിലും നമുക്കറിയാം, ഇന്ത്യയുടെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധി, കൽപ്പന ചൗള ആദ്യമ സ്പേസ് ശൂന്യാകാശത്ത്, അതായത് ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളുടെ ഭാഗമായിട്ടുള്ള സ്പേസ് യാത്ര നടത്തുവാൻ ഭാഗ്യം ലഭിച്ചവളും, അവൾ ഇന്ത്യയുടെ മാനം കാത്ത് ജീവൻ പൊലിഞ്ഞവൾ. ഈ അടുത്ത കാലത്ത് സുനിത വില്യംസ്, എല്ലാവരുടെയും ശ്രദ്ധ പറ്റിയ ആ ഒരു വനിത. അതുപോലെ അനേക സ്ത്രീത്വങ്ങൾ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ ഇന്ന് അമ്മമാർ അല്ലെങ്കിൽ സ്ത്രീകൾ ലോകത്തിൻ്റെ നെറുകയിലേക്ക് പ്രത്യേകമായി ഉയർന്നു വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇന്ന് അമ്മമാരെ ലോകം മുഴുവൻ ആദരിക്കുന്ന ദിവസം നമ്മുടെ ഇടവകയിലെ പ്രിയപ്പെട്ട എല്ലാ അമ്മമാരെയും എല്ലാ സ്ത്രീകളെയും ഏറെ സ്നേഹപൂർവ്വം ഇടവകയുടെ പേരിൽ ദൈവാനുഗ്രഹങ്ങൾ നിറയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും എല്ലാവിധ ആശംസകൾ നൽകുകയും പ്രിയപ്പെട്ട എല്ലാ അമ്മമാരുടെ മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കുകയും ചെയ്യാം. ദൈവം അപ്രകാരം നമ്മുടെ ഇടവകയും ദേശത്തെയും രാജ്യത്തെയും ലോകത്തെയും ഏറ്റവും മനോഹരമാക്കാൻ അമ്മമാരെ അല്ലെങ്കിൽ സ്ത്രീകളെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ഞായറാഴ്ചത്തെ കഥാപാത്രം ഒരു സ്ത്രീയാണ്. ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ പ്രിയപ്പെട്ട സ്ത്രീകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് ഞായറാഴ്ച നമ്മൾ ചിന്തിക്കുന്നതും ഇതേ വിധം തൻ്റെ ഇച്ഛാശക്തി കൊണ്ട്, തൻ്റെ ആഗ്രഹം കൊണ്ട്, തീഷ്ണത കൊണ്ട് തൻ്റെ കുടുംബത്തിൽ നിന്നും പൈശാചികമായ ബന്ധനങ്ങൾ വിട്ടുമാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ മകളിലൂടെ തൻ്റെ കുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ ശാപകരമായ എല്ലാ നാശത്തിൻ്റെയും വക്കിലെത്തിയിരിക്കുന്ന ആ മകളുടെ ജീവിതത്തിൽ ഒരു ഇടപെടൽ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനായി കാത്തിരിക്കുകയും ചെയ്ത വിജാതീയ സ്ത്രീ ഇന്നത്തെ വനിതാ ദിനത്തിൻ്റെ ഏറ്റവും തിളക്കമാർന്ന ഒരു മുഖമാണ്. ഗീവ് ടു ഗെയിൻ എന്ന അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ സന്ദേശം നേടാൻ വേണ്ടി കൊടുക്കുക എന്നുള്ള വലിയ ആശയം
ലോകത്തിൽ നിന്ന് പങ്കുവെച്ചുകൊണ്ട് വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ ഈ കാനൻകാരിയുടെ ജീവിതം നമുക്ക് വലിയ ശക്തിയാകട്ടെ. അവൾ സത്യത്തിൽ സമൂഹത്തിൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവളെ പോലെ മാറ്റി നിർത്തപ്പെട്ടവളാണ്. അവളുടെ സമൂഹത്തിൽ യഹൂദ പാരമ്പര്യമനുസരിച്ച് അവൾ അവഗണിക്കപ്പെട്ടവളാണ്. അങ്ങനെ കർത്താവ് തന്റെ സ്ത്രീക്കന്മാരും കൂടി യാത്ര ചെയ്യുമ്പോൾ തൻ്റെ അരികിലേക്ക് ഓടി വരുന്ന ഈ കാനൻകാരിയായ, സമൂഹത്തിൽ തിരസ്കൃതരായി ജീവിക്കേണ്ടി വരുന്ന സമൂഹത്തിൽ നിന്നുള്ള സ്ത്രീ, ഈ കാനൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു എന്നുള്ള വലിയ ആ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മെ ചിന്തിപ്പിക്കേണ്ടത്. കണ്ണീരിൻ്റെ വില, കണ്ണീരിൻ്റെ ആ വലിയ ശക്തി ഒരു കുടുംബത്തിൻ്റെ പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിടുതൽ കൊടുക്കാൻ ആ കാനൻകാരിയെ നമുക്കിന്ന് കാണിച്ചു തരികയാണ്. നീ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ, നീ കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിച്ചാൽ, കണ്ണു നനഞ്ഞ് പ്രാർത്ഥിച്ചാൽ, ഹൃദയമിടിപ്പോടെ നീ നിലവിളിച്ചാൽ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. അവന് നിന്റെ മുമ്പിൽ മുഖം നിന്നിലേക്ക് തിരിക്കാതിരിക്കാൻ പറ്റില്ല. അവിടുത്തെ കടാക്ഷം നിന്റെ മേൽ തങ്ങാതിരിക്കാൻ പറ്റുകയില്ല. ദൈവത്തിന്റെ ശക്തി മനുഷ്യനിലേക്ക് ഇറങ്ങി വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിന്റെ ഏറ്റവും ഹൃദയസ്പർശിയായ കണ്ണീരോടെയുള്ള നിലവിളിച്ചുള്ള പ്രാർത്ഥനയാണ്. നിനക്ക് കണ്ണീരുണ്ടെങ്കിൽ, നീ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണീർ ഒഴുകുന്നുണ്ടെങ്കിൽ, നീ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ നിന്റെ കണ്ണ് നനയുന്നുണ്ടെങ്കിൽ, നീ ഓർത്തുകൊള്ളുക, അനുഗ്രഹം നിന്റെ പടിവാതിക്കലുണ്ട്. ആ കാനൻകാരിയുടെ സ്ത്രീയുടെ ജീവിതത്തിൽ ഒരിക്കലും നിലയ്ക്കാതെ ഉണ്ടായിരുന്ന വലിയൊരു ആഗ്രഹമായിരുന്നു ഈ മകളുടെ ജീവിതത്തിലേക്ക് എൻ്റെ മുലപ്പാൽ ഓർന്ന് ജീവിച്ച ഈ മകളെ ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടുകളിലേക്ക് തകർന്നു വീഴത്തക്ക വിധം പൈശാചികമായ ബന്ധനങ്ങൾ കൊണ്ട് തകർക്കപ്പെട്ടവൾ ഏറെ ക്രൂരമായ അസ്വസ്ഥതയിലൂടെ ജീവിക്കുമ്പോൾ അവൾക്ക് മുലപ്പാൽ കൊടുത്ത അമ്മ തന്നെ അവൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചപ്പോൾ, നിലവിളിച്ചപ്പോൾ ദൈവം അവളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇത് മറക്കരുത്. ആ സ്ത്രീക്ക് അപ്രകാരം കരയുവാൻ തക്ക വിധം ദൈവപുത്രനായ യേശു മിശിഹായുടെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കാൻ തക്ക വിധമുള്ള വിധേയത്വം ഉണ്ടായെങ്കിൽ ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ മറക്കരുത്, നീ കരയുന്നുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിൽ അനുഗ്രഹം വരും. നിനക്ക് കരയാൻ സാധിക്കുന്നില്ലെങ്കിൽ നിന്റെ ഭവനത്തിൽ നിന്നും അനുഗ്രഹം വളരെയധികം ദൂരത്താണ്. ഇന്ന് അമ്മമാരിൽ കണ്ണീരില്ല. കണ്ണീര് കൊണ്ട് പ്രാർത്ഥിക്കാൻ, കണ്ണീര് കുപ്പിയിൽ ശേഖരിക്കുന്ന ആ വലിയ അനുഭവം ഇന്ന് അമ്മമാരിൽ വറ്റിപ്പോയിരിക്കുക. കണ്ണീരോടെ നീ പ്രാർത്ഥിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു സന്ധ്യാപ്രാർത്ഥനയ്ക്കെങ്കിലും നിന്റെ കണ്ണ് നനയുന്നുണ്ടോ? കർത്താവിന്റെ രൂപത്തിലേക്ക് നോക്കുമ്പോൾ, കർത്താവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ നിന്റെ ഹൃദയമിടിപ്പോടെ നിന്റെ കണ്ണ് നനയുന്നുണ്ടെങ്കിൽ, കണ്ണുവെച്ചവൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിന്റെ കുടുംബം അനുഗ്രഹീതമാണ്, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അതല്ല നീ വെറും ഒരു പ്രാർത്ഥനാധരവ്യായമായി മാത്രമേ നൽകുന്നുവെങ്കിൽ അനുഗ്രഹം അകലെയാണ്, അനുതാപം അകലെയാണ്, പുണ്യപ്രവൃത്തികളൊക്കെ അകലെയാണ്. നീ ചെയ്തതെല്ലാം കേവലം ചെറു നന്മകൾ മാത്രമായി നിലനിൽക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈ കാനൻകാരി സ്ത്രീ നമ്മെ പഠിപ്പിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഇച്ഛാശക്തിയോടെ, തീഷ്ണതയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കണ്ണീരോടെ ആകട്ടെ എന്ന്. കണ്ണീരോടെ വിളിച്ചപേക്ഷിക്കാൻ ഒരമ്മയ്ക്ക് സാധിച്ചാൽ ആ കുടുംബത്തിൻ്റെ തലമുറ ശക്തമായ ഉരുക്കുപോലെ ഉറച്ച തലമുറയായി അവർ വരും. കണ്ണീരില്ലാത്ത അമ്മമാർ കുടുംബത്തിൻ്റെ ശാപമാണ്. കണ്ണു നനയാത്ത അമ്മമാർ കുടുംബത്തിന് ദുഃഖകരമായ സാഹചര്യം ഒരുക്കും. കണ്ണു നനയാത്ത പ്രാർത്ഥന നടത്തുന്ന അമ്മമാരുടെ കുടുംബത്തിൽ മക്കൾക്ക് ഉയരങ്ങളിലേക്ക് കയറുവാൻ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും. കണ്ണീരോടെ നിന്റെ അമ്മ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നീ ഒരിക്കലും ദുഃഖിക്കേണ്ട. നീ കാലിടറിയാലും നിന്നെ ദൈവം പച്ചയായ മേച്ചിൽ പുറങ്ങളിലൂടെ നടത്തുന്ന അനുഭവം ഉണ്ടാകും. കാരണം അത് മറ്റാരും കൂടെ ഗുണം കൊണ്ടല്ല, മറിച്ച് അമ്മയുടെ കണ്ണീരോടെയുള്ള പ്രാർത്ഥനയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഒരുപാട്. കണ്ണീരോടെ പ്രാർത്ഥിച്ച് ശമൂവേൽ പ്രവാചകന്റെ അമ്മ അന്നാപ്പയ്യവത്തെ, യോഹന്നാന്റെ സ്നാപക യോഹന്നാന്റെ അമ്മ, പ്രകാരം അനേക എലിസബത്ത് പുണ്യം, ഇങ്ങനെ നിരവധി അമ്മമാരുടെ നീണ്ട നിര തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാം. അതെല്ലാം കണ്ണീരോടെ പ്രാർത്ഥിച്ചവരാണ്.
അതുകൊണ്ട് അവരുടെ എല്ലാം ജീവിതങ്ങൾ ശോഭയുള്ള കിരണങ്ങൾ പോലെ ഇന്ന് സഭയിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ലോകം മുഴുവൻ സമാധാനം ലഭിക്കുന്നതിന് അമ്മമാരുടെ കണ്ണീരോടെയുള്ള പ്രാർത്ഥന അത് കുടുംബത്തിനും അനുഗ്രഹമാകട്ടെ, തലമുറയ്ക്ക് ശക്തിയാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നാം എല്ലാവരും പ്രാർത്ഥിക്കുക.